Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Miss. Okay. Last class നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്താ പറഞ്ഞത്? Revision എടുക്കും. Medical record. എല്ലാവരും നോക്കിയാ മെഡിക്കൽ റെക്കോർഡ്? Yes. Yes, miss. നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പോർഷനില്? മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിയോ? ഏതെങ്കിലും പോർഷൻ ക്ലിയർ ആവാത്ത പോലെ? ലാസ്റ്റ് വരുമ്പോ ഞാൻ കുറെ എഡിറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചത് അല്ലേ? ഇല്ലല്ലോ, വേറെ ഡൗട്ട് ഒന്നും തോന്നിയില്ല. ഫസ്റ്റ് നമുക്ക് റിവിഷൻ നോക്കിയാലോ? Okay. Yes. എല്ലാവരും റീഡ് ചെയ്തു? നന്നായിട്ട് റീഡൊക്കെ ചെയ്തെല്ലാം വായിച്ചൊക്കെ നോക്കി ക്ലിയർ ആണ്? ഓക്കെ, മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കൽ റെക്കോർഡ് ആർ മെയിൻറ്റെയിൻഡ് in favor of dash. Patient, staff, hospital staff. The physician assessment completed within the first dash hours of admission to inpatient. 24. 24 hours. Okay. എല്ലാവരും നോക്കി പറയണോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് പറയണോ? നോക്കിയിട്ടില്ല മാം. നോക്കിയില്ല. In numbering system, dash numbers are normally used for outpatient and inpatient. 6 digit. 6-digit numbers. Discharge summaries written at the dash of hospital, at the dash time of hospital. Termination. Okay. Diagnostic reports of outpatient should be accepted and sealed by dash. Medical record department. Medical record department. Some percentage of files or record do not find in specific place where they are assumed to be. ആ ക്വസ്റ്റ്യൻ ഇടയ്ക്കിനെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാറുണ്ട്. റെക്കോർഡല്ലേ? മിസ്സിംഗ് റെക്കോർഡ്. മിസ്സിംഗ് റെക്കോർഡല്ലേ? ആ ഓക്കെ, മിസ്സിംഗ് റെക്കോർഡ് എന്നാണത്. നമുക്ക് വോയിസ് അയക്കാണ്ട് മെസ്സേജ് അയക്കും നിങ്ങള്? കാരണം വോയിസ് ആകുമ്പോ മറ്റുള്ള പേര് വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ആ ഇന്ന് അങ്ങനെ ചോദിക്കാം അല്ലെ? അപ്പൊ അവര് മാത്രം മ്യൂട്ട് ഓൺ ആക്കിയാൽ മതി, ബാക്കി എല്ലാവരും അൺമ്യൂട്ട് ആയിക്കോട്ടെ. മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. കാരണം ഭയങ്കര സൗണ്ടിന് എന്തോ പ്രശ്നം പോലെ തോന്നുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേ ഞാനിപ്പോ റീഡ് ചെയ്താണ്. സം പെർസെന്റേജ് ഓഫ് ഫയൽ ഓർ റെക്കോർഡ് ടു നോട്ട് find in specific place where they are assumed to be is called dash. ആരാണ്? Okay, missing file or missing record മതി. Missing record. Okay, ആ ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. Okay, patient record must not have been kept incomplete for more than dash 24 hours for 30 days. Correct ആണ്, 30 days ആണ്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. The patient who discharged themselves from a hospital against the advice of their treating physician are called dash. The patient who discharged themselves from a hospital. Hello, another question. The patient who discharged themselves from the hospital against the advice of treating physician, against medical advice. Okay. AMA, full form of AMA discharge. AMA full form ആയിട്ട് ചോദിക്കാം.
അതും എന്ത് തന്നെയാണ്? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് തന്നെയാണ് AMA. The Central Medical Legal Register retained in dash under the control. Central Medical Legal Register ആരുടെ കീഴിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്? നോക്കിയിട്ട് പറയാം. സെൻട്രൽ ഓക്കെ, AE ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ സൂക്ഷിച്ചു വെക്കുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ലീഗൽ കേസ് രജിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള പോയിന്റിൽ അത് പറയുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ ലീഗൽ കേസ് രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് റെക്കോർഡ് കഴിഞ്ഞിട്ട് ഇവിടെ A Central Medical Legal Register retained in Accident and Emergency Department under the control of Chief Medical Officer. രണ്ട് രീതിയിൽ ചോദിക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഗൈഡിലായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. A Central Medical Legal Register retained in which department under the control of Chief Medical Officer എന്ന് ചോദിച്ചു വിചാരിക്കും. അപ്പൊ നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉത്തരം കൊടുക്കണം. A Central Medical Register retained in Accident Emergency Department under the control of dash. ആരുടെ കൺട്രോളാണത് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിറ്റെയിൻ ചെയ്ത് വെക്കുന്നതെന്നും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? അത് ചീഫ് മെഡിക്കൽ ഓഫീസറിന് എഴുതണം കേട്ടോ. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? Whose responsibility to supply medical record to authorized person? Whose responsibility is to supply medical record to authorized persons? Okay, medical record department. Authorized staff include nurse, paramedical personnels, doctors, എല്ലാവരും എന്തിൽ വരും? authorized staff ഉദ്ദേശിക്കുന്നതിന് വരുന്നുണ്ട്. Which of the following condition is not informed to police? താഴെ പറയുന്നതിൽ ഏത് കണ്ടീഷനാണ് പോലീസിനോട് ഇൻഫോം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതെല്ലാം കേസസ് ആണ് നമ്മൾ പോലീസിനോട് ഇൻഫോം ചെയ്യേണ്ടത്? Which are the condition to be informed to police? ഏതെല്ലാം കണ്ടീഷൻസ്, ഏതെല്ലാം കേസസ് ആണ്? സൂയിസൈഡ് മാത്രമേ ഉള്ളൂ. സൂയിസൈഡ്, ഹോമിസൈഡ്, ആക്സിഡൻസ്, മൂന്ന് വരാം. Okay. Transmittable disease must be reported to dash concern. Transmittable disease must be reported to dash concern. Local authorities. Okay, local authorities option ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. Authorities. It is the duty of dash to describe the patient, the content of this form and this further. Dash on the consent form of the patient permit the hospital to release medical information. Admission director. First the admission director. Signature. Patient signature ആണ് ട്ടോ. Signature ആണ് വേണ്ടത്. കൺസെന്റ് ഫോമിൽ പേഷ്യൻസ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പേഷ്യന്റ് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ, ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. Progress notes include dash. Progress note include dash.
Progress note include dash. എന്തെല്ലാം ഉണ്ടാവും പ്രോഗ്രസ് നോട്ടില്? സോഷ്യൽ ഡാറ്റ, പാസ്റ്റ് ഹിസ്റ്ററി. പ്രോഗ്രസ് നോട്ടിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ഉണ്ട്? പേഷ്യന്റ് ഇൽനെസ്, അഡ്മിഷൻ നോട്ട്, ഐഡന്റിറ്റി, അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട്, ഫൈനൽ നോട്ട്, അഡ്മിഷൻ, ഫോളോ അപ്പ്, ഫൈനൽ നോട്ട്. മൂന്നെണ്ണാണ് പ്രോഗ്രസ് നോട്ടിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട്, ഫൈനൽ നോട്ട്. പിന്നെ പ്രോഗ്രസ് നോട്ട് പറഞ്ഞല്ലോ, ഫോളോ അപ്പ് തന്നെയാണ് പ്രോഗ്രസ് നോട്ട് കേട്ടോ. TPR chart includes. TPR chart includes. TPR chart includes temperature, pulse, temperature, pulse, respiration. Okay. Serography and thermography is included in dash report. Serography and thermography is included in dash report. Radiology report. Okay. Dash from, okay, dash form ഉണ്ടല്ലോ, FORM, contains outpatient flow up in chronological order. Dash form contains outpatient follow up in chronological order. Pathology no. ഏത് ഫോമിലാണ് ഔട്ട്പേഷ്യന്റ് ഫ്ലോ കാണിക്കുന്നത്? ഔട്ട്പേഷ്യന്റ് ഫോമിൽ തന്നെ കാണിക്കുന്നത്. Filing. Okay. Filing of record is accurate chronological order. Medical record is dash. Filing the record in accurate chronological order in medical record is dash. ഇതിനെ കുറച്ചുണ്ട്. യൂണിറ്റ് നമ്പറിംഗ് ഉണ്ട്, സ്ട്രേറ്റ് നമ്പറിംഗ് ഉണ്ട്, സീരിയൽ നമ്പറിംഗ് ഉണ്ട്. Okay. Straight numbering, number slide. Okay. Which of the following is an example of terminal digit filing? Terminal digit filing example. അതവിടെ എസും പിയും ടിയും കറക്റ്റ് ആയിട്ട് എഴുതണം. എസ് പി പി എസ് പി. നെക്സ്റ്റ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗിന്റെ എക്സാമ്പിൾ. മിഡിൽ ഡിജിറ്റ് ഫയലിംഗിന്റെ എക്സാമ്പിൾ. മിഡിൽ ഡിജിറ്റ് ഫയലിംഗിന്റെ എക്സാമ്പിൾ. Middle digit filing example of form. Medical record arranged in accordance with the patient care is called dash. Medical record arranged in accordance with the patient care is called dash. POMR, SOMR, SOMR. Full form ചോദിക്കാം. SOMR full form. SOMR full form. SOMR full form. Source oriented medical record. POMR full form. POMR full form. Problem oriented medical record. Yeah. Which are the formats of medical record? Which are the formats of medical record? Which are the formats of medical records? Option A, SOMR. Option B, POMR. Option C, integrated medical record. And option D, all of them.
Database writing of progress note in the POMR format is often referred as writing of progress note in POMR format is known as dash. The patient is allocated a number on first visit, which is retained for all subsequent admission and treatment. All subsequent admission and treatment is called dash. The patient is allocated a number on first visit, which is retained for all subsequent admission and the treatment. 6-digit number. Allah. Example options on serial numbering, unit numbering, straight, terminal digit. Adile patient ID aada. Adile number eda use cheyunna. Serial aano, numeric, straight numeric. Unit numbering aanu use cheyyunne. Unit numbering aanu use cheyyunnathu. Then dash filing is substitute for terminal digit filing. Dash filing is substitute for terminal digit filing. Straight unit numbering, serial number, middle digit. Allah, straight numeric alla ട്ടോ. Middle ആണ്. Middle ആണ് ട്ടോ. Okay. നമ്മള് ഈ ചാപ്റ്ററിൽ മോക്ക് ടെസ്റ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോ ഡിസ്കസ് ചെയ്തത്. ഗൈഡ് എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടാവും. ഓക്കെ, വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് റെഫർ ചെയ്യുക, പഠിക്കുക. മോക്ക് ടെസ്റ്റ് പ്ലസ് ഗൈഡ് നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാമുകൾ, മോഡൽ എക്സാം ആവട്ടെ, മെയിൻ എക്സാം ആവട്ടെ എഴുതുക. മോഡൽ എക്സാം നന്നായിട്ട് എഴുതണം, സ്കിപ്പാക്കാതെ നോക്കുക. കാരണം മോഡൽ എക്സാമിന്റെയൊക്കെ മാർക്ക്, നടന്ന എക്സാമുകളുടെയൊക്കെ മാർക്കൊക്കെ നോക്കിയിട്ടാണ് ഇന്റേണൽ എഴുതുന്നത്. അത് നിങ്ങൾക്ക് ഇന്റേണൽ ഉണ്ടല്ലോ, അത് എഴുതണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതണം. ചാപ്റ്റർ നന്നായിട്ട് ഒന്നുകൂടി റീഡ് ചെയ്യുക. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. നമ്പറിംഗ് ആണ്. എക്സാം മാർക്കിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതെനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങളോട് ഇൻഫോം ചെയ്യും പേഴ്സണലായിട്ട്, നിങ്ങൾ ഗ്രൂപ്പിലിട്ട്. ഫയലിംഗ് മെത്തേഡ്. ഓക്കെ, എത്ര ഫയലിംഗ് മെത്തേഡ് ഉണ്ട് നമുക്ക്? എത്ര ഫയലിംഗ് മെത്തേഡ് ഉണ്ട്? 5. ഫസ്റ്റത്തെ സീരിയൽ നമ്പറിംഗ് ആണ്. സീരിയൽ നമ്പറിംഗ് ആണ്. നമ്മൾ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്പേഴ്സ് പോകുന്ന പോലെ സീരിയൽ ആയിട്ട് 1, 2, 3, 4 അങ്ങനെ പോകും. യൂണിറ്റ് ഫയലിംഗ് എന്ന് പറയുമ്പോൾ നോക്കാം, ആ പോർഷൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫയലിംഗ് മെത്തേഡ്സ് 6 ടൈപ്പ് ആണുള്ളത്. സീരിയൽ നമ്പർ ആൻഡ് ഫയലിംഗ് സിസ്റ്റം, then unit numbering and filing system, straight numeric filing, terminal digit filing, middle digit filing. Serial numbering ആണ്. In serial numbering, the patient give new number for each occasion for treatment by health facility. പുതിയ നമ്പറുകൾ കൊടുക്കും നമ്മൾ. 1, 2, 3 തുടങ്ങുമെങ്കിൽ ആ പേഷ്യന്റ് എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അവിടെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ന്യൂ മെഡിക്കൽ റെക്കോർഡ് ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും ആ പേഷ്യന്റ് വിസിറ്റ് ചെയ്യുമ്പോൾ പുതിയ റെക്കോർഡുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ നമ്പറിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
സീരിയൽ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. There are different numbers are allotted if the patient is registered 3 times. 3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 പ്രാവശ്യം 3 നമ്പർ കൊടുത്തിട്ടുണ്ടാവും. All the numbers allotted to the patient record in patient master index. Patient master index നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും, ഫയൽ എഴുതി വെക്കും. Because a new number is provided for each occasion of service, a new medical record is also developed. നമുക്കറിയാം പുതിയൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ. Patient records are filed in many places. The files as number of times the patient has received care at the facility. നമ്മുടെ ഹോസ്പിറ്റലിൽ എത്ര പ്രാവശ്യമാണ് പേഷ്യന്റ് വന്നത് അത്രയും പ്രാവശ്യം നമ്മൾ അവരുടെ ഫയലുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത്രയും നമ്പേഴ്സിന്റെ ഫയലുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് അത്ര ബെനഫിഷ്യൽ ആയിട്ടുള്ളൊരു ഫയലിംഗ് സിസ്റ്റം ആണ് സീരിയൽ നമ്പർ ഫയലിംഗ് സിസ്റ്റം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും മൾട്ടിപ്പിൾ റെക്കോർഡ്സ് എനിക്കൊരു പേഷ്യന്റിനെ കുറിച്ച് തന്നെ ഒരു 10-20 റെക്കോർഡൊക്കെ ഉണ്ടാവും. അപ്പൊ ഓരോ പ്രാവശ്യം ട്രീറ്റ്മെന്റ് വരുമ്പോഴും വീണ്ടും അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. Then next ആണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. Here the patient is allocated a number on first admission. ആദ്യം ആ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിന് നമ്പർ കൊടുക്കുന്നത്. This is which is retained for all subsequent admission and treatment. നമ്മൾ പിന്നെ എത്ര പ്രാവശ്യം അവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് പോയാലും നമ്മൾക്ക് ആ ഒരു നമ്പറിലായിരിക്കും നമ്മൾ എപ്പോഴും. Unit numbering provide a single record which is composed of all the data gathered on given patient regardless of number of type of service provider. നമ്മൾ ഈ ഒരു യൂണിറ്റ് നമ്പറിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് ഏതൊക്കെ പല ഡോക്ടേഴ്സിനെയും കണ്ടിരിക്കുന്നത്, പല സർവീസ് ആയി എടുത്തിരിക്കുന്നത്, എന്നിരുന്നാൽ പോലും എല്ലാ റെക്കോർഡും ഒരുമിച്ച് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. The patient total medical record is thus filed as in the unit in one folder and under one number. ഒറ്റ നമ്പറിൽ നമ്മൾ ഇത്രയും നാളെടുത്ത ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഫുള്ളും ഒറ്റ ഫയലിലായിരിക്കും, ഒറ്റ ഫോൾഡറിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ് യൂണിറ്റ് നമ്പറിങ്. കാരണം മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ കിട്ടാനൊക്കെ ഇത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട് എനിക്ക്. സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഒന്ന് കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ന്യൂമറിക്കിന്റെ നമ്പേഴ്സ് പോകാണ്ടോ, 1 2 3 4 1 2 പിന്നെ 1 3 1 4 അങ്ങനെ ആ ഒരു നമ്പർ മാത്രം ചേഞ്ച് ചെയ്തിരിക്കും. then 10 100 ആവുമ്പോൾ 400 മാറും. അങ്ങനെ ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. 1 കഴിയുമ്പോൾ 2 0 വരും, 2 1 2 2 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. Straight numeric means to filing of record is accurate the chronological order as per to the medical record number. Medical record number തന്നെ കൂടി വന്നോണ്ടേയിരിക്കും. It is easy to pull any number record constantly numbered from the files for your purpose. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ ചെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലാം ഫയൽസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വരുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ടെർമിനൽ ഡിജിറ്റ് നമ്പർ കേട്ടോ. ടെർമിനൽ ഡിജിറ്റ് നമ്പർ സിസ്റ്റം ആണ്. Terminal digit filing is a simple extract filing method. Filing method ഏറ്റവും സിമ്പിളും എക്സ്ട്രാക്ട് ആയിട്ടുള്ള ഫയലിംഗ് മെത്തേഡ് ആണ് ഇത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് ഈ നമ്പേഴ്സ് എക്സാമ്പിൾ വെച്ചിട്ടല്ല എന്ന് പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവും? ഓക്കെ, ആർക്കും ഓർമ്മയില്ല. ഇതിലെ ടി എന്ന് പറയുന്ന അക്ഷരം സ്റ്റാൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ടി എന്ന് പറയുന്ന അക്ഷരം എന്തിനാ സ്റ്റാൻഡ് ചെയ്യുന്നു? TSP പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടി എന്ന് പറയുന്ന അക്ഷരം, പി എന്ന് പറയുന്നത് പ്രൈമറി, ടി പ്രൈമറി, ഇവിടെ പി എന്നാണ് കേൾക്കുന്നത്. ടി ടേഷ്യറി, എസ് സെക്കൻഡറി. പ്രൈമറി, ടേഷ്യറി, പ്രൈമറി, സെക്കൻഡറി, ടേഷ്യറി. ഈ 3 അക്ഷരങ്ങളെയാണ് ഈ നമ്പേഴ്സ് സ്റ്റാൻഡ് ചെയ്യുന്നത്. സോ ഈ ടെർമിനൽ ഡിജിറ്റ് നമ്പറിൽ ആദ്യം തന്നിരിക്കുന്നതാണ് ചേഞ്ച് ചെയ്യുന്നത് ടേഷ്യറി. ആദ്യം അതായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നിരിക്കുന്നത് സെക്കൻഡറി ആണ് രണ്ടാമത് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെയാണ് പ്രൈമറി നമ്പർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്നായിരിക്കും ചേഞ്ച് വരുന്നത്. ഇനി ഇവിടെ ഏത് മിഡിൽ ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർമിനൽ ഡിജിറ്റ് നമ്പറിൽ
ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത് മിഡിൽ ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് TSP എന്നാണെങ്കിൽ ഇവിടെ SPT എന്നാണ്. SPT ആണ്. ഏത് നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ നമ്പറാണ്, ടെർഷ്യറി നമ്പറാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നമ്പറാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ SPT ഈ നമ്പർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അത്രയുമാണ് നമ്പറിംഗ് സിസ്റ്റത്തിൽ നോക്കാനുള്ളത്. ഫയലിംഗ് മെത്തേഡ്സ്. ആരായിരുന്നോ സംശയം ചോദിച്ചേ? ഷാജിറ മനസ്സിലായടാ? ലോങ്ങാണോ? ഓക്കേടാ. അപ്പോ ഓക്കെ, ആ ഒരു TSPയുടെ കാൽക്കുലേഷൻ ആയിരിക്കും TSP പറഞ്ഞതായിരിക്കും ഡൗട്ട് വന്നിട്ടുണ്ടാവുക. പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി. ആ നമ്പേഴ്സ് ഒന്ന് എഴുതി മോളിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ പറയാം, ടെർമിനൽ ഡിജിറ്റിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ 15, 34, 56. ഇതില് ടെർഷ്യറി എന്ന് പറയുന്നത് 15 മാറുന്നത്. കണ്ട 12, 13, 14. 15 ചേഞ്ച് ചെയ്യുന്നത്. അത് 34 എന്നുള്ളത് S, 56 എന്നുള്ളത് പ്രൈമറി P കൊടുക്കാം. അപ്പൊ TSP എന്ന് ഇവിടെ വരും. ഇവിടെ വരുമ്പോ അത് മാറിയിട്ട് SPT എന്ന് വരും. കാരണം ഇതാണ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ 01 ആണ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത്. SPT എന്ന് എഴുതാം. അപ്പൊ ആ ഒരു ക്ലിയർ ആയിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആണ്? ക്ലിയർ ആണോ? രണ്ടാമത്തെ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ്. അത് വെച്ച് നമ്മള് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഓക്കെ അമ്പിളിക്ക് മനസ്സിലാവാനേ? ഡിജിറ്റിനാണ് മനസ്സിലാവാനത്? മ്യൂട്ട് മാറ്റാം. അമ്പിളി ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലാവാന്? മിസ് ഇപ്പൊ പറഞ്ഞു തന്നില്ല നമ്പറിങ്ങിന്റെ ഒന്നും, അതൊന്നും എനിക്ക് ക്ലിയർ ആവുന്നില്ല മിസ്. ഏതാ പറഞ്ഞ സ്ട്രേറ്റ് നമ്പറിംഗ് ആണോ പറഞ്ഞത്? സ്ട്രേറ്റ് അല്ല, ടെർമിനലും മിഡിൽ ഡിജിറ്റ് നമ്പറാണ് പറഞ്ഞത്. ആ നമ്പേഴ്സ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് എക്സാമ്പിൾസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റേ ടെർമിനൽ ഡിജിറ്റ്സിന്റെ വന്നിട്ട് ഫസ്റ്റിലല്ലേ മാറുന്നത്? ഇപ്പൊ 12, 13, 14, 15 അങ്ങനെയല്ലേ ചേഞ്ച് ചെയ്യുന്നത്? ബാക്കിയെല്ലാം സെയിം ആയിട്ടല്ലേ നിക്കുന്നേ? മിഡിൽ ഡിജിറ്റ് നമ്പറിൽ വന്നിട്ട് ലാസ്റ്റ് ടൈം 96, 97, 98, 99 അങ്ങനെ മാറുന്നു. ഓക്കെ, 100 കഴിയുമ്പോ പിന്നെ 01 സ്റ്റാർട്ട് ചെയ്യും. അത് ചേഞ്ച് വന്നു. നോക്ക് നിങ്ങള് 46 കഴിഞ്ഞപ്പോ 99 വന്നപ്പോ ഇത് നമ്മള് റെക്കോർഡിംഗിൽ എഴുതുമ്പോൾ അവിടെ ചേഞ്ചസ് വരുത്തുന്ന നമ്പേഴ്സ് ആണോ? മെഡിക്കൽ റെക്കോർഡിൽ എഴുതുന്ന നമ്പേഴ്സ് ആണ് നമ്പറിംഗ് സിസ്റ്റം. അത് എന്തിന്റെ ബേസ്? ഓരോ ഹോസ്പിറ്റലും പല രീതിയിലായിരിക്കും നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. എന്തിന്റെ ബേസ് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഓൾറെഡി അവിടെ ഫോളോ ചെയ്യുന്ന നമ്പേഴ്സ് നെക്സ്റ്റ് നമ്പർ ആയിരിക്കും നമ്മൾ നമ്പറിംഗ് ഫയലിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യന്റ് ഐഡി കൊടുക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സ്ട്രേറ്റ് നമ്പർ ഫയലിംഗ്, സ്ട്രേറ്റ് നമ്പർ ഫയലിംഗ്, സ്ട്രേറ്റ് നമ്പർ 1 2 3 4 1 2 പിന്നെ 1 3 അങ്ങനെ കണ്ടിന്യൂ ചെയ്തങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ക്രോണോളജിക്കൽ ഓർഡറിൽ അതങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ ഓർഡറിൽ ഫസ്റ്റ് 4 ഡിജിറ്റ് സെയിം ആയിരിക്കും അല്ലേ? ഫസ്റ്റ് 4 ഡിജിറ്റ് സെയിം ആയിരിക്കും. ചേഞ്ച് വരോടാ. ഇപ്പൊ 1 2 3 4 കഴിഞ്ഞിട്ട് 99 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 4 5 00 വരും. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന പോലെ. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആയില്ലേ? മെഡിക്കൽ റെക്കോർഡ്സ് ക്ലാസ് എടുക്കുന്ന സമയത്തൊന്നും എനിക്ക് കേറാൻ പറ്റിയിട്ടില്ല.
ആണല്ലേ? അതിന്റെ റെക്കോർഡ് ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടി വ്യക്തമായി എനിക്ക് അതിനും ടൈം കിട്ടിയില്ല മിസ്. ഞാനിന്ന് ഒന്നിച്ച് പിന്നെ എടുക്കാന്ന് വിചാരിച്ചിരിക്കുക. ആണല്ലേ? അതെ. റെക്കോർഡ് ക്ലാസ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് എഡിറ്റ് ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവസാനം വരുമ്പോൾ ഫുൾ മിസ്റ്റേക്ക് ആണ് ഈ ഒരു ചാപ്റ്ററിലെ. ഓർമ്മയുണ്ടോ ക്ലാസ്സിലൊക്കെ കയറിയവർക്ക്? അവസാനം ഫുൾ മിസ്റ്റേക്ക് ആണ്, കുറെ മിസ്റ്റേക്ക് ഉണ്ട്. ഞാനത് ക്ലാസ്സിൽ തന്നെ തിരുത്തി കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ് കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാണാം ടീച്ചറെ, കാണാം. അത് ക്ലാസ് നോക്കിയിട്ട് റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ താങ്ക് യു. ഞാൻ കുറെ തെറ്റ് തിരുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ മെഡിക്കൽ റെക്കോർഡ് എടുത്ത് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി. കാരണം ഫുൾ മിസ്റ്റേക്ക് ആണ്. അത് ഞാൻ തിരുത്തുന്നുണ്ട് ഇടുന്നോണ്ട്, പക്ഷെ നിങ്ങൾക്കത് ക്ലിയർ ആവണ്ടോ എന്നൊന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. തിരുത്തിയതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വെട്ടിക്കളയാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? ബാക്കിയുള്ളവർക്ക് എഡിറ്റൊക്കെ ചെയ്തെന്ന് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അത് നിങ്ങളൊന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് വീക്കില്, നെക്സ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആണ് നോക്കേണ്ടത്? ഏതാ നോക്കണ്ടേ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നോക്കണോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോക്കണോ? പബ്ലിക് റിലേഷൻ നോക്കണോ? ഏതാ വേണ്ടേ? മൊഡ്യൂൾ 3 സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അത് ചെറിയൊരു ചാപ്റ്ററാണ്. അതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും കൂടി തരട്ടെ? അത് രണ്ടും ചെറിയ ചാപ്റ്റേഴ്സാ. ഓക്കെ ആണോ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും നോക്കാം. നോക്കുമ്പോൾ മോക്ക് ടെസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യാം. നല്ല രീതിയിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ചാപ്റ്റർ 8 ആണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ 13 ആണ്. മൊഡ്യൂൾ 3-ലാണ്. മൊഡ്യൂൾ 3-ലാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മൊഡ്യൂൾ 3-ലാണ്. ചാപ്റ്റർ 8ഉം ചാപ്റ്റർ 13. ഓക്കെ, അത് നോക്കാം കേട്ടോ. ആ രണ്ട് ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗൈഡ് ഉണ്ടെങ്കിൽ ഗൈഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും റെഡി ആയിട്ട് വരുമല്ലോ? നല്ല കുട്ടികളായിട്ട്. നോമ്പൊക്കെ ആണെന്ന് അറിയാട്ടോ, പക്ഷെ നമുക്ക് പഠിച്ചാലേ പറ്റൂ. അതുകൊണ്ടാണ് അടുത്ത ക്ലാസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. മനസ്സിലായല്ലോ? അടുത്ത മിസ്സിന്റെ ക്ലാസ്സിനെ 13ാമത്തെ ചാപ്റ്റർ എടുത്താൽ മതി. 13ാമത്തെ ചാപ്റ്റർ എടുത്താൽ മതി. 13ാമത്തെ അതേപോലെ തന്നെ ചാപ്റ്റർ 13ഉം അതേപോലെ ചാപ്റ്റർ 8ഉം കൂടി റിവിഷൻ നോക്കുകയാണ്. കാരണം നമുക്ക് അധികം ടൈം കിട്ടും. എന്താണ് ഏതൊക്കെ മിസ് റിവിഷൻ കൂടി പറയോ? പരീക്ഷ അല്ലടാ, ചാപ്റ്ററിന്റെ കാര്യം പറഞ്ഞത്. റിവിഷൻ കേട്ടോ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദി ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതന്നെ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽസും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ആണ് നമ്മൾ എടുക്കാന്ന് വിചാരിക്കുന്ന ചാപ്റ്റേഴ്സ്. കുറച്ച് പേജ് ചെറിയൊരു ചാപ്റ്ററുകളാണ് കേട്ടോ. ഇല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതെ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതെ, ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. നോക്കാം നിങ്ങള് മാക്സിമം അത് നന്നായിട്ട് കവർ ചെയ്ത് നോക്കാം. നോക്കസിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇപ്പോ ഓൺലൈൻ ക്ലാസ് റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിലും അവർക്കും ഇതേ കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യാം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ ക്ലാസ് ആണ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രണ്ട് ചാപ്റ്റേഴ്സും പഠിക്കുക, അന്ന് തന്നെ പഠിച്ചു പോവാം. സോ നിങ്ങൾക്കും ഒരു റിവിഷൻ ആവും. നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കയറാത്ത മറ്റു കുട്ടികൾക്ക് എന്താവും, റിവിഷൻ ആവും. നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആണ്. കാരണം നാളെ മുമ്പ് എടുത്ത ക്ലാസ് ആണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. ഇത്രയും കുട്ടികളായിരിക്കില്ലല്ലോ ഗ്രൂപ്പിലുള്ളത് അല്ലേ വിളി? എന്താണ് മിസ്സേ? അല്ല, നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ സ്വന്തമായിട്ട് ഗ്രൂപ്പൊക്കെ ഇല്ലേ? ഞങ്ങക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങള് കുറച്ചു നേരം ഗ്രൂപ്പ് സ്റ്റഡിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം നിർത്തി.
ഇപ്പൊ പിള്ളേർക്ക് എക്സാം ആണല്ലോ, അപ്പൊ ആർക്കും അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല. 27th വരെ എക്സാം ഉണ്ട് കുട്ടികൾക്ക്. അപ്പൊ ഒരു കാര്യം ചെയ്യും, 27th കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ച് പെരുന്നാൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആവാറായിട്ടുണ്ട്. അപ്പൊ പഠിച്ചു തുടങ്ങിക്കോട്ടെ കുട്ടികളുടെ എക്സാം കഴിയുമ്പോ. അതെ. നമ്മളിപ്പോ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാതെ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ലോണ്ടറി. ലോണ്ടറി ആണ് ലിനൻ. എവിടെ വരെ എടുത്തു എന്ന് ഓർമ്മയുണ്ടോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ. ഈ പ്രോസസ്സിംഗ് ആണ് എടുക്കാനുള്ളത് മാം. പ്രോസസ്സിംഗ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അല്ലെ? ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ് അതെടുത്തല്ലോ. അതെടുത്ത മിസ്സേ? അതെടുത്ത് ആണോ? അതെടുത്തു പറഞ്ഞു പോയോ? ഇങ്ങനെ എന്താ എടുത്തു? ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്തു ചിലപ്പോൾ ലെഫ്റ്റായി പോയിട്ടുണ്ടാവൂടാ. ഈ പ്രോസസ്സിംഗ് ആണ് എടുക്കാനുള്ളത് കേട്ടോ. എല്ലാവരും നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. എല്ലാവരും ചാപ്റ്റർ എടുത്തല്ലോ. ഓക്കെ, ഫസ്റ്റ് പ്രോസസ് ഓഫ് സോളിഡ് ലിനൻ. നമ്മൾ സോളിഡ് എന്ന് പറയുമ്പോൾ മലിനമായ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലിനൻ എന്താണ്, എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് സോർട്ട് ചെയ്യുന്നത്. സോർട്ട് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്യാം. ലിനൻ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്യും. യൂസ്ഡ് ലിനൻ ഷുഡ് ബി കളക്ടഡ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സെപ്പറേറ്റഡ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ലിനൻ നമ്മൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? നമ്മളത് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ. ലിനൻ stained with body fluid should be kept separately. അതേപോലെ ബോഡി ഫ്ലൂയിഡ് ഉള്ള ലിനൻ എന്ത് ചെയ്യും? നമ്മൾ സെപ്പറേറ്റ്, ബ്ലഡോ മറ്റെന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് ഉള്ള ലിനൻ എന്ത് ചെയ്യും? നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കും. അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്താ പറയുന്നത്? ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? സോർട്ട് ചെയ്യും. നമ്മള് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ലിനനുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സോർട്ട് ചെയ്യും. ഏതെങ്കിലും ലിനനില്, ഏതെങ്കിലും തുണിയില് എന്തുണ്ട്? ബോഡി ഫ്ലൂയിഡ് ഉണ്ട്, ബ്ലഡ് ഓർ യൂറിൻ അങ്ങനെ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും? സെപ്പറേറ്റ്ലി കീപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്യൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. എന്താണ് സ്യൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്? കഴുകുക, കഴുകുക, ഡിസിൻഫെക്ട് ചെയ്യുക. ഡിസിൻഫെക്റ്റിംഗ്. ഇൻഫെക്റ്റഡ് ഓർ ഫുൾ സ്റ്റോപ്പ് ആണ്. അവിടെ ഒരു ഹൈഫും കൊടുത്തോ, ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒരു ഹൈഫ് കൊടുത്തോ. അപ്പോൾ ഇൻഫെക്റ്റഡ് ഓർ stained linen after soaking in 0 to 5% of bleaching solution for 30 minutes should be washed with water and detergent before washing. നോക്കി, നമ്മളൊരു 30 മിനിറ്റ് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. ഒരു 0.5 ബ്ലീച്ചിങ് സൊല്യൂഷനും ഒരു 30 മിനിറ്റ് മുമ്പ് നമ്മൾ കുറച്ച് വാട്ടറും ഡിറ്റർജന്റും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് സോക്ക് ചെയ്ത് വെക്കണം. അത് നല്ലതായിരുന്നു. കുറച്ച് നേരം നമ്മളത് കുക്കി വെക്കാം. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. ഓക്കെ കേട്ടോ, 1 മിനിറ്റ്. നമുക്ക് നോക്കാം, ക്ലാസ്സിലേക്ക് വരാം. ഒരു 30 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഈ പെയിന്റ് ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ സോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്.
ആയിരിക്കും വിത്ത് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ് ബിഫോർ വാഷിംഗ്. നമ്മൾ കുറച്ചു നേരം അത് മുക്കി വെക്കാം. പണ്ടൊക്കെ നമ്മള് ചെറുപ്പത്തിലൊക്കെ വീട്ടിലേക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാർ മിക്കവാറും ഫാമിലി പേഴ്സൺസ് അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിരിക്കും. അപ്പൊ നമ്മളെ കലക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കുറെ നേരം വെള്ളമൊക്കെ എടുത്ത് കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് മുക്കി വെക്കും. ദെൻ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ബ്ലീച്ചിങ് സൊല്യൂഷൻ കൂടി അതിൽ ആഡ് ചെയ്യും. 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനും കൂടി നമ്മൾ അത് എന്ത് ചെയ്യും, ആഡ് ചെയ്യുന്നു. The solid linen should be contained and an entry should be made. നമ്മളിപ്പോ മലിനമായിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന ലിനൻ എത്ര നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കണം. The infected linen should be accounted for handed over separately. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്ത് അത് ഹാൻഡിൽ ചെയ്യണം. At this stage the linen should be also inspected for tear or damage. നമ്മളിപ്പോ ഇതിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ചിലപ്പോ നമ്മൾക്ക് ചില കേടുപാടുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. ദെൻ വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്. ഒരു 30 മിനിറ്റ് നമ്മൾ കുക്കിയൊക്കെ വെച്ചതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യും, നമ്മളത് വാഷ് ചെയ്യാനായിട്ട് എടുക്കും. വാഷ് ചെയ്യും, ദെൻ എക്സ്ട്രാക്ട് ചെയ്യും, വേർതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കണ്ടീഷനിങ് ചെയ്യും, സ്റ്റിഫ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷനിങ് ആഡ് ചെയ്യും. പിന്നെ ചില ഇത് അയൺ ചെയ്യും. ചുളുക്കുകളൊന്നും പാടില്ല. ക്ലീൻ ചെയ്ത് വാഷൊക്കെ ചെയ്ത് വരുന്ന മെറ്റീരിയൽ ചുളുങ്ങി കൂടിയിരിക്കാനൊന്നും പാടില്ല. സോ നമ്മൾ അയൺ ചെയ്ത് സൂക്ഷിക്കും. The linen should be washed, take out, conditioned and then ironed by the laundry staff. Laundry staff തന്നെയാണ് വാഷ് ചെയ്ത് അത് കണ്ടീഷൻ ചെയ്ത് അത് അയൺ ചെയ്ത് സൂക്ഷിക്കുന്നത്. Infected linen should be washed separately. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉള്ള ലിനൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വാഷ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഈ കോമൺ ആയിട്ടുള്ള ലിനനായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, മിക്സ് ചെയ്യില്ല. എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് കേട്ടോ. എക്സ്ട്രാക്ടിങ് എന്നൊക്കെയുള്ള മീനിങ് വരുന്നുണ്ട്. എക്സ്ട്രാക്ട് ചെയ്യുക, വേർതിരിക്കുക. ഓക്കെ, വേർതിരിച്ചെടുക്കുക. കാരണം സെപ്പറേറ്റ് ചെയ്യുക ആ ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. ഇനി പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്, നമ്മളിത് മടക്കി വെക്കും. സാധാരണ നമ്മൾ വീട്ടിൽ എങ്ങനെയാ ചെയ്യാം, നമ്മൾ അലക്കുന്ന ഒരു സ്റ്റേജ് ആലോചിച്ചാൽ മതി. കുറച്ച് സോപ്പ് പൊടിയിൽ കുറച്ച് തുണിയൊക്കെ മുക്കി വെക്കും കുറച്ചു നേരം. അത് കഴിഞ്ഞ് അത് വാഷ് ചെയ്യും, അത് എക്സ്ട്രാക്ട് ചെയ്യും, എന്നിട്ട് കണ്ടീഷനിങ് ഒക്കെ മുക്കും, പിന്നെ അയൺ ചെയ്യും, പിന്നെ അത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കും. Pressing and folding. The pressed and folded clean linen should be stored in a dry place of the rack. നമ്മളിങ്ങനെ റാക്കുകൾ ഉണ്ടാവും ഹോസ്പിറ്റലില്, ഈ മെറ്റീരിയൽസ് ഒക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള റാക്കുകളിൽ കറക്റ്റ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ അതെന്ത് ചെയ്യും, മടക്കി സൂക്ഷിച്ചു വെക്കും. Clean linen should be shifted, transported on a clean trolley to various areas. നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത ലിനൻ നമ്മൾ എന്ത് ചെയ്യണം, പല ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുകൊടുക്കണം. നല്ല ക്ലീൻ ആയിട്ടുള്ള ട്രോളി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവന്ന് കൊടുക്കണം. ഓക്കെ, ഇത് പ്രോസസിംഗ് ഓഫ് സോളിഡ് ലിനന്റെ ചാർട്ടാണ്. ഫസ്റ്റ് പ്രോസസ് എന്താണ്, ഫസ്റ്റ് പ്രോസസ് ആണ് ഇത് സോർട്ടിങ്. ഫസ്റ്റ് പ്രോസസ് സോർട്ടിങ്. നെക്സ്റ്റ് ആണ് സ്യൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. ദെൻ തേർഡ് എന്താണ്, വാഷിംഗ്. Fourth, extracting. Fifth, conditioning. Sixth, ironing. Last one, pressing and folding. മടക്കി സൂക്ഷിക്കുക. Pressing and folding. Okay. ഇത്രയുമാണ് പ്രോസസിംഗ് ഓഫ് സോളിഡ് ലിനനിൽ വരുന്നത്. പ്രോസസിംഗ് ഓഫ് സോളിഡ് ലിനനിൽ വരുന്ന പോർഷനാണ് ഈ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും, വേഗം വായിച്ചു നോക്കി.
ബാക്കി എല്ലാവരും റീഡ് ചെയ്തോ? കഴുകുകാടാ സുമയ, കഴുകുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. കഴുകുക, നമ്മള് കഴുകുക അല്ലെ, അങ്ങനെയല്ലേ പറയാം നിങ്ങള്? ചെറിയ സ്ഥലങ്ങളില് കഴുകുക, അതാണ്. ഓക്കെ, നമ്മള് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് കോമൺലി ഒരു ടിപ്പിക്കൽ ലോണ്ടറി സിസ്റ്റത്തില് യൂസ് ചെയ്തെന്നാ പറയുന്നത്? അടുത്തത് വാഷിംഗ് മെഷീൻസ് യൂസ് ചെയ്യാലോ ഇല്ലേ? നമ്മളെ വീടുകളിലാണെങ്കിലും ഇപ്പോ മുമ്പത്തെ പോലെ നമ്മൾ ആരും കൈക്കൊന്നും അലക്കത്തില്ല അല്ലെ? എല്ലാവരും എന്താ മെഷീനാ യൂസ് ചെയ്യുന്നത്? ഫുള്ളി ഓട്ടോമാറ്റിക്കൽ, സെമി ഓട്ടോമാറ്റിക്കൽ, എല്ലാം മെഷീനാണ് അല്ലെ? എല്ലാവരും അങ്ങനെയല്ലേ? ഓക്കെ, ശരിയാണ്. മെഷീൻസ് ഒക്കെ നമ്മളുടെ ഹ്യൂമൻ എഫേർട്ട് ഒരു പരിധി വരെയും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ. കാരണം ഇപ്പോ നമ്മൾ ലോണ്ടറി ആവട്ടെ, ലോണ്ടറിയിലൊക്കെ ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ ഉണ്ട്. അത് വാഷിംഗ് മെഷീൻ വഴി യൂസ് ചെയ്താണ് അത് ക്ലീൻ ചെയ്യുന്നെങ്കിൽ ഒരു പരിധി വരെയും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്റ്റാഫുകളുടെ സേഫ്റ്റി നമുക്ക് ഒരു പരിധി വരെയും എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പ് കൊടുക്കാനായിട്ട് പറ്റും വാഷിംഗ് മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പറഞ്ഞ ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉള്ള ലിനൻ നമ്മൾ കൈക്ക് ഒരാളെ നിർത്തി അത് ക്ലീൻ ചെയ്യിക്കുകയാണെങ്കിൽ അയാൾക്ക് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മുമ്പൊക്കെ അലക്കാനൊക്കെ പുറത്ത് കൊടുക്കുമായിരുന്നു, ഹോസ്പിറ്റലിലും അങ്ങനെ കൊടുക്കുമായിരുന്നു, ഒരാളെ നിർത്തുമായിരുന്നു. അങ്ങനെ ഒരു കുലത്തൊഴിലൊക്കെ ആയിട്ട് ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷെ ഇന്ന് അങ്ങനെ ഇല്ല. നമ്മൾ ഭൂരിഭാഗം എല്ലാവരും എന്താണ് വീടുകളിലൊക്കെ വാഷിംഗ് മെഷീൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു വാഷിംഗ് മെഷീൻ ഒരു പരിധി വരെ ലോണ്ടറി സർവീസിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇൻഫെക്ഷൻ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മറ്റുള്ളവർക്ക് ഈ ഒരു പേഷ്യന്റിന് യൂസ് ചെയ്ത എന്താ പറയാ ബെഡ്ഷീറ്റ് ആവട്ടെ, ബ്ലാങ്കറ്റ് ആവട്ടെ, എന്താവട്ടെ, അതെന്തെങ്കിലും ഫ്ലൂയിഡ്, ബോഡി ഫ്ലൂയിഡ്, യൂറിൻ, ബ്ലഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ ഏതൊക്കെ അസുഖങ്ങളാണ് ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്നത്? ഹെപ്പറ്റൈറ്റിസ് ബി മുതൽ അങ്ങോട്ട് ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് എന്താണ് വാഷിംഗ് മെഷീൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു പരിധി വരെ ഈ ഇൻഫെക്ഷൻസ് തടയാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യും? ഹാർഡ് അയൺ, അതനുസരിച്ച് ചിലത് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ തുണി മടക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ തുണി ഇങ്ങനെ കയറ്റി കൊടുക്കുള്ളൂ, അപ്പുറത്തെ മെഷീൻ വഴി അത് മടക്കി എന്ത് ചെയ്യാ? പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വരുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല? ആരും കണ്ടിട്ടില്ല? ഇല്ല. എന്നാ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു മെഷീനാണ് ഞാൻ കണ്ടിട്ടുള്ളത്, വീഡിയോ കണ്ടതാണ്. അപ്പൊ ആ മെഷീനിൽ നമ്മൾ തുണി ഇങ്ങനെ മടക്കാനായിട്ട് വെച്ച് കൊടുക്കുള്ളൂ. അത് മടക്കി കറക്റ്റാക്കി മടക്കി ഒരു ചുളിവ് പോലും ഇല്ലാണ്ട് അത് അപ്പുറത്തേക്ക് കൂടി നമുക്ക് അപ്പുറത്തെ ട്രാക്കിലൂടെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ലോണ്ടറി സർവീസ് ഒക്കെ പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇതേപോലത്തെ മെഷീൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഡ്രയർ ആണ്. ഡ്രയർ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ സെമി ഓട്ടോമാറ്റിക് ആവട്ടെ, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആവട്ടെ, എല്ലായിടത്തും ഡ്രയർ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? എവിടെയാണെന്ന് ചോദിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ? ഔട്ട്സോഴ്സ് ചെയ്യൂലേ, ലോണ്ടറി സർവീസ് പുറത്തു കൊടുക്കൂലേ, അപ്പൊ അവര് ഇതേപോലത്തെ മെഷീൻസ് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലാണ് കണ്ടത്. അപ്പൊ ഹാർഡ് അയൺ അല്ലെങ്കിൽ എന്താ പറയാ അയണിങ് മെഷീൻ, അങ്ങനെ എന്തെങ്കിലും അയൺ മെഷീൻ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തേക്കുട്ടിയായിരിക്കും വരുന്നത്, അയൺ ബോക്സ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ഒരു മെഷീൻ ഞാൻ കണ്ടിട്ടുണ്ട്. പുതിയൊരു ജോലി സാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ഇത് കണ്ടത്, ആ ഒരു വീഡിയോ കണ്ടത്. അപ്പൊ അത് എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ദെൻ ഡ്രയർ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് വീടുകളിലൊക്കെ. ഇപ്പൊ വാഷിംഗ് മെഷീനത്തിൽ ഡ്രയർ ഉണ്ട്, ഓട്ടോമാറ്റിക് ആണ് അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ആയാലും ഉണക്കി വരുന്നത് ഡ്രയർ നല്ലതാണ്. ദെൻ ഡിസിൻഫെക്റ്റിംഗ്, കാരണം ഡ്രയർ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ക്ലൈമറ്റിന്റെ പ്രശ്നമുള്ളവർക്ക് ഇപ്പോഴും മഴയാണെങ്കിൽ അവിടെ ഉണങ്ങി വരാൻ കുറെ ടൈം എടുക്കും. അപ്പൊ ഈ ഡ്രയർ ഒരു പാതി വരെ ഉണക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി ആ തുണി നമ്മൾ കുറച്ചു നേരം ഒന്ന് എന്ത് ചെയ്താൽ മതി? എയറിലിട്ടാൽ മതി, അത് ഉണങ്ങിക്കോളും. ഡിസ്ട്രിബ്യൂഷൻ ട്രോളിൽ നമ്മള് ഈ പല ഡിപ്പാർട്ട്മെന്റിന് കളക്ട് എന്ത് ചെയ്യണം?
കളക്ട് ചെയ്ത് അല്ലേ അത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രോളി വഴി തന്നെ ക്ലീൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രോളി ആയിരിക്കണം. അതുവഴി നമ്മൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. എയർ കംപ്രസർ വേണം പാക്കേജ് സമയത്ത് അതിന്റെ എയർ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റിച്ചിങ് മെഷീൻ എന്ന് പറയുന്നത് തയ്യൽ മെഷീൻ ചിലപ്പോൾ കീറിപ്പോയിട്ടൊക്കെ ഉണ്ടാവും, നമ്മുടെ എന്തെങ്കിലും ചിലപ്പോൾ ഒന്ന് കീറിപ്പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് മെഷീൻ എന്തെങ്കിലും നല്ലതായിരിക്കും, തയ്യൽ മെഷീൻ ഉള്ളത് നല്ലതായിരിക്കും. Etc. are some of the commonly used equipments in laundry. Laundry യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ വാഷിംഗ് മെഷീൻ, ഹാർഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, സ്റ്റിച്ചിങ് മെഷീൻ, ഇതൊക്കെ നല്ലതാണ് ലോണ്ടറിയിൽ ഉള്ളത്. ലോണ്ടറി സർവീസ്, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും മെഷീൻസ് ഉള്ളത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും വെച്ചിട്ടാണ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പോർഷൻ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പോർഷൻ എടുക്കാം. നമ്മള് ഈ നെക്സ്റ്റ് വീക്കില് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഒന്നും കൂടി ഓർക്കുക. ഏതൊക്കെയാണ്? ചാപ്റ്റർ 8 സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് 8-13 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻസും ചാപ്റ്ററും നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് വരാം. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു മിസ്. Thank you, ma'am. Thank you, Miss.